വിവാദ യൂട്യൂബർ രാജൻ ജോസഫിന് തല്ല് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് അയാളുടെ തന്നെ പ്രവർത്തികളുടെ ഫലമാണെന്ന് കോൺഗ്രസ് നേതാവും ജില്ലാ പഞ്ചായത്ത് അംഗവുമായ ശ്രീനാദേവി കുഞ്ഞമ്മ. വ്യക്തിഹത്യ നടത്തുന്ന ഇത്തരം വീഡിയോകൾ ചെയ്യുന്നവർ അടൂരിൽ എത്തിയാൽ ചിലപ്പോൾ രണ്ടടി കിട്ടിയെന്നിരിക്കുമെന്നും അതിൽ സ്വാഭാവികത മാത്രമാണുള്ളതെന്നും ശ്രീനാദേവി മാധ്യമങ്ങളോട് പ്രതികരിച്ചു. തനിക്കെതിരെ മാത്രം 25-ലധികം വീഡിയോകളാണ് രാജൻ ജോസഫ് ചെയ്തിട്ടുള്ളതെന്ന് ശ്രീനാദേവി കുഞ്ഞമ്മ ചൂണ്ടിക്കാണിച്ചു. മുഖ്യധാര മാധ്യമങ്ങൾക്കും നിലവാരമുള്ള യൂട്യൂബ് ചാനലുകൾക്കും അപ്പുറം എന്ത് വിളിച്ചു പറഞ്ഞും വരുമാനവും വ്യൂവേഴ്സും കൂട്ടുക എന്ന ശൈലിയാണ് ചിലർ സ്വീകരിക്കുന്നത്. ഇത്തരം മാധ്യമപ്രവർത്തനത്തിനെതിരെ ഉറപ്പായും നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും അവർ വ്യക്തമാക്കുകയും ചെയ്തു. എന്നെ രാഷ്ട്രീയമായി വിമർശിക്കാൻ ആർക്കും അധികാരമുണ്ട്. അതിന് മറുപടി പറയാൻ ഞാൻ ബാധ്യസ്ഥയുമാണ്. പക്ഷേ അത് രാഷ്ട്രീയപരവും സത്യസന്ധവുമായിരിക്കണം. അതിനെല്ലാം അപ്പുറം വ്യക്തിപരമായി തേജോവധം ചെയ്യുകയും സ്ത്രീത്വത്തെ അപമാനിക്കുകയും ചെയ്യരുത്. 10-15 മിനിറ്റ് ദൈർഘ്യമുള്ള 25-ലധികം വീഡിയോകളിലൂടെയാണ് എന്നെ നിരന്തരം വ്യക്തിഹത്യ ചെയ്തത്. എന്നാൽ ഇത്രയും റീച്ച് കിട്ടിയല്ലോ എന്ന മനോനിലവാരത്തിലാണ് ഇത്തരക്കാർ ഇതിനെ കാണുന്നത്. ഇവർക്കെതിരെ നിയമം കർശനമാക്കണം. താൻ മുൻപ് CPIയുടെ ഭാഗമായിരുന്ന സമയത്താണ് ഇയാൾ തനിക്കെതിരെ ആദ്യ വീഡിയോ ചെയ്യുന്നതെന്ന് ശ്രീനാദേവി കുഞ്ഞമ്മ ഓർത്തെടുത്തു. അന്നത്തെ CPI ജില്ലാ സെക്രട്ടറിക്കെതിരെ താൻ നൽകിയ പരാതിയെ ആസ്പദമാക്കി പൂർണ്ണമായും വ്യക്തിഹത്യ നടത്തുന്ന രീതിയിലായിരുന്നു ആ വീഡിയോ. താൻ ഇയാളെ ആദ്യമായി കാണുന്നത് അടൂർ സ്റ്റേഷനിലെ ലോക്കപ്പിൽ നിലത്തിരിക്കുന്ന അവസ്ഥയിലാണെന്നും ശ്രീനാദേവി കുഞ്ഞമ്മ മാധ്യമങ്ങളോട് കൂട്ടിച്ചേർത്തു. എന്തായാലും പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീനാദേവി കുഞ്ഞമ്മ നൽകിയ പരാതിയിലാണ് സൈബർ ഇടങ്ങളിൽ പലരുടെയും ഉറക്കം കെടുത്തിയ രാജൻ ജോസഫിനെ അടൂർ പോലീസ് എറണാകുളത്ത് നിന്ന് തന്ത്രപരമായി പിടികൂടിയത്. IT ആക്ട് ഉൾപ്പെടെയുള്ള ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. കേസ് വന്നപ്പോൾ ഒളിവിലായിരുന്ന താരം ഇപ്പോഴിതാ നിയമത്തിന്റെ ഇരുമ്പഴിക്കുള്ളിലാണ്. സ്വന്തം അക്കൗണ്ടുകളിലൂടെയും മറ്റ് യൂട്യൂബർമാരുമായി ചേർത്തും ഏകദേശം 25ഓളം അപകീർത്തികരമായ വീഡിയോകളാണ് ഇയാൾ പ്രചരിപ്പിച്ചത്. ഓരോ വീഡിയോയും ഓരോ കുരുക്കായിരുന്നു എന്ന് പറയാം. രാജൻ ജോസഫിന്റെ അറസ്റ്റിന് പിന്നാലെ ശ്രീനാദേവി കുഞ്ഞമ്മയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് സൈബർ ലോകത്ത് കൊടുങ്കാറ്റായി മാറി. അവിഹിത കഥകൾ സൃഷ്ടിച്ച് വീഡിയോകളാക്കി ദുഷിച്ച നാവിലൂടെ അത് സാമൂഹിക മാധ്യമങ്ങളിൽ വിറ്റ് വരുമാനം നേടി അതേ വായ കൊണ്ട് ഭക്ഷിച്ചുകൊണ്ടിരുന്ന യൂട്യൂബ് മാലിന്യം രാജൻ അറസ്റ്റിലായി എന്ന് ശ്രീനാദേവി കുഞ്ഞമ്മ കുറിച്ചു. കഴിഞ്ഞ ദിവസം രാത്രി 10:30 അടൂർ പോലീസ് സ്റ്റേഷനിലെത്തി ലോക്കപ്പിൽ കണ്ട യൂട്യൂബറുമായി 2 വാക്കുകൾ സംസാരിച്ചതിനെക്കുറിച്ചും കുഞ്ഞമ്മ തന്റെ പോസ്റ്റിൽ വ്യക്തമാക്കുന്നുണ്ട്. വാക്കുകൾ കൊണ്ട് മുറിവേൽപ്പിച്ചവർക്ക് നിയമം എങ്ങനെ തിരിച്ചടി നൽകുന്നു എന്നതിന്റെ വ്യക്തമായ ഉദാഹരണമായി ഈ സംഭവം മാറുകയാണ്. സൈബർ ലോകം ഒരു തുറന്ന പുസ്തകമാണെങ്കിലും അതിനകത്ത് ആർക്കും എന്തും വിളിച്ചു പറയാനുള്ള ലൈസൻസ് ഇല്ലെന്ന് ഈ അറസ്റ്റ് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്.